അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ലഹരിയാണ്. ലഹരിയുടെ വ്യാപനം, ലഹരിയുടെ കോൺസിക്വൻസുകൾ, ലഹരി ഈ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം, അത് ഏതൊക്കെ നിലയിലേക്ക് ഇനി ഭാവിയിലെ കേരള സമൂഹത്തെ ബാധിക്കും. ഇത്തരത്തിലുള്ള ചർച്ചകളാണ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട് നടക്കുന്നത്. അത് എല്ലാ മേഖലകളിലും. മെഡിക്കൽ രംഗത്തെ പ്രൊഫഷണലുകളാണെങ്കിലും, അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരാണെങ്കിലും, പോലീസുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാ ആളുകളും ഇതാണ് ചർച്ച എല്ലാവരും ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. യെസ്, ലഹരി യെസ്. ഒരു തെറ്റാണോ അല്ലെങ്കിൽ ലഹരി ഒരു പ്രശ്നമാണോ എന്നുള്ളൊരു ചർച്ച തന്നെ ഇല്ല. ആ ഒരു ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പില്ല. അതെല്ലാവരും അംഗീകരിക്കുന്നു. ഇനി അതെങ്ങനെ തടയാൻ സാധിക്കും, എങ്ങനെയാണത് വരുന്നത്, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇതുവരെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അതിൻ്റെ നേർ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയെ അല്ലെങ്കിൽ പിന്നെ സ്വന്തം അനിയനെ അനിയനെ, അതുപോലെ തന്നെ ഉമ്മാമയെ, 5 പേരെയൊക്കെ ഒരേ സമയത്ത് കൊല്ലാൻ കൊല്ലാൻ കഴിയുന്ന. പറ്റുക ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഒരു അല്പമെങ്കിലും ഒരു സെയിൻ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അതെ. അത് ലഹരി ചെയ്യിക്കുന്ന തീവ്രമായ അതിക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേരള ആ, സമൂഹം. എന്നിട്ട് ഇങ്ങനെ സ്വയം അതേപോലെ തന്നെ സമൂഹത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഇത് പരിഹരിക്കാം? ഇതെങ്ങനെ ഈ പ്രശ്നം ഉണ്ടാകുന്നു? ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ചിന്തകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അതെ, അതെ. അത് കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ, ഒരേ രൂപത്തിൽ ഈ ലഹരിയുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഒരാള് ആ പറയും. വിമത ശബ്ദം ഇങ്ങനെ വളരെ ശക്തമായി ഇങ്ങനെ ഉയർത്താണ്. അതൊന്ന് നമുക്ക് ആദ്യം ആ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം. ഇത് 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 പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇത് മാത്രമാണ് ലഹരിയിലേക്കുള്ള വഴി എന്നല്ല. മറിച്ച് നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു വഴി ഇവിടെ കാണുകയാണ്. Yes. ഈ ഈ പല ഇൻഫ്ലുവൻസുകളുണ്ട്. അതിൻ്റെ സപ്ലൈ ചെയിൻ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പ്രശ്നമാണ്. പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാര്യം വളരെ വിസിബിളായി ലഹരി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അത് കുട്ടികളിലേക്കും അതുപോലെ തന്നെ പുതിയ തലമുറയിലേക്കും എത്തുന്നതിന്റെ ഒരു വിസിബിളായ ഒരു ശബ്ദം നമുക്ക് നേരിട്ട് കേൾക്കാം. ഈ എം ഡി എം എ MDMA എന്ന് പറഞ്ഞ ഇയാൾ എന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ കാറ് വിറ്റ് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞു, വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് മനസ്സിലാക്കണം, കള്ളിനെ കുറിച്ചല്ല, അതെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനെ പുകവലിയെ കുറിച്ചും അല്ല, കഞ്ചാവിനെ കുറിച്ച് പോലും അല്ല, പഞ്ചാബിനെ കുറിച്ച് പോലും അല്ല, MDMA കുറിച്ചാണ് കുറിച്ചാണ്. പറയുന്നത്. വെറുതെ പേടിപ്പിക്കാണ്, ഭൂതത്തെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ. ഇത് വെറുതെ മോട്ടോർ സൈക്കിൾ ഇടിച്ച ആളുകൾ മരിക്കുന്നത് പോലെ MDMA അടിച്ചിട്ട് ചിലപ്പോൾ ചിലപ്പോൾ കുട്ടികൾ തച്ചുവല്ലോ. അതെ, അതെ, അപ്പൊ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന് ഞാൻ ഒരാളെ പറഞ്ഞു, പെട്ടെന്ന് ഒരു പെത്തടിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അപ്പൊ മൈത്രേയൻ പറയുന്നത് എന്താ, ഇതൊന്നും നിരോധിക്കേണ്ട നിരോധിച്ചുകൂടാ. ആ. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. അത് വളരെ അതെ, അതെ. വാലിഡ് ആയിട്ടുള്ള ഒരു നമുക്ക് ശരിക്കും ഇത് ശരിക്കും സ്കൂൾ ഘട്ടം മുതൽ അത് സ്കൂൾ കരിക്കുലത്തിലേക്ക് അതെ, അതെ. ഇൻക്ലൂഡ് ചെയ്യണം. ഓൾറെഡി എന്താ കുറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് തിയറികൾ വരെ. കഞ്ചാവ് തിയറികൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്ത് കഞ്ചാവും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ആ. എന്നിട്ട് എന്ത് ചെയ്യണം, കുട്ടികളൊക്കെ രാവിലെ അസംബ്ലി പിടിച്ചിട്ട് എങ്ങനെയാണ് കഞ്ചാവ് ഉപയോഗിക്കുക, ലാബിലൊക്കെ അത് ശരിക്കും വേണം. ലാബിൽ വേണമെങ്കിൽ അത് നേരിട്ട് കാണിച്ചു കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം. പ്രാക്ടിക്കൽ സെഷൻസും കൊടുക്കാം. അതെ, അതെ. അധ്യാപകർ കഞ്ചാവൊക്കെ അടിച്ചിട്ട് എങ്ങനെ ഏറ്റവും മാന്യമായി കഞ്ചാവ് കഞ്ചാവ് അടിക്കാം. ക്ലാസ് എടുക്കാന്നൊക്കെ കാണിച്ചു കൊടുക്കാം. പ്രധാനാധ്യാപകൻ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ നല്ല മാതൃക കാണിച്ചു കൊടുക്കാം. Yes, yes. അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റും ഒക്കെ കൊടുക്കാൻ പറ്റും, റിവാർഡ് കൊടുക്കാൻ പറ്റും. reward കൂടുതൽ കൊടുക്കാം, അതെ. മികച്ച രീതിയിൽ MDMA നല്ല ഉപയോഗിക്കുന്ന കുട്ടി. നന്നായി സ്കോർ ചെയ്ത കുട്ടികൾക്ക് അതെ, അതെ. ഇത്ര കഞ്ചാവ്, ഫസ്റ്റ് റാങ്കിന് ഇത്ര കഞ്ചാവ്, സെക്കൻഡ് റാങ്കിന് ഇത്ര. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു പുരോഗമന ലോകത്തുള്ള ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രധാനാധ്യാപകൻ ഇങ്ങനെ രാവിലെ വന്നിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ള അധ്യാപകരൊക്കെ ഇങ്ങനെ ആ ഒരു മായിക ലോകത്ത് ഇങ്ങനെ അതെ, ജീവിക്കുന്നു. ഇങ്ങോട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ രണ്ടാമത് കഞ്ചാവ് എല്ലാ അടിച്ച് എല്ലാ കുട്ടികളും ലാബിലേക്ക് പോകുന്നു. അവർ MDMA ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രീയ രൂപം ശാസ്ത്രീയ എല്ലാവരും രൂപം പഠിക്കുന്നു. വളരെ ആധുനികമായി അവര് ആ ആധുനിക എത്ര മനോഹരമായിരിക്കുമല്ലോ. കാരണം അതിപ്പോ നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ വഴുതി വീണ് തലയടിച്ച് മരിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു കുട്ടി MDMA അടിച്ചിട്ട് കുട്ടിക്ക് റങ്കായി, കുട്ടി പോയിട്ട് എന്ത് ചെയ്യും, മറ്റേ കുട്ടി അടിച്ചു പോലും. അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ സ്വാഭാവികമായി നടന്നു പോകും. സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം. അതെ. അപ്പോൾ ഇതാണ് ബാക്കി നിരോധിച്ചാൽ ഉണ്ടാകുന്നത് സാധനത്തിന് അപ്പൊ തന്നെ വില കൂടും. അതൊരു ഭയങ്കര വിഷയം. വിലക്കയറ്റം എന്ന് പറയുന്നത് മൊത്തം തന്നെ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വിലക്കയറ്റം എന്ന് പറയുന്നത്. അപ്പൊ നിരോധിച്ചാൽ എന്ത് ചെയ്യും, അപ്പൊ തന്നെ സാധനത്തിന് വില കൂടുന്നതാണ്. സാധനത്തിന് വില പ്രശ്നം. കൂടിയാൽ പ്രത്യേകിച്ച് നമുക്ക് അല്ല, അത് അത്തരം കൺസേണുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം സഹജീവികളെ പറ്റിയും തങ്ങളുടെ ഒപ്പിരിക്കുന്ന ആളുകളെ പറ്റിയും കൺസേൺഡ് ആണ്. കാരണം അവര്
തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മള് മനസ്സിലാക്കേണ്ടത് കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കി എങ്ങനെ ഇതിനെ തടയിടാമെന്ന് വളരെ ഗൗരവത്തോടു കൂടി ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരാൾ പറയുകയാണെന്ത് ഇത് നിരോധിക്കേണ്ട കാര്യം. അത് കഞ്ചാവിനെ കുറിച്ച് പോലും അല്ല, MDMA പറ്റിയാണ്. പോലെയുള്ള അത്രമേൽ അങ്ങോട്ടേക്ക് ലെവൽ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അത് നിരോധിക്കരുത്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതും ഒരു ഐഡിയൽ സിറ്റുവേഷനിലല്ല. ഇപ്പോൾ MDMA ഈ കേരളത്തിലേക്ക് വരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു, അപ്പോൾ ഒരാൾ പറയാണ് MDMA പേടിക്കേണ്ട ആവശ്യം. അങ്ങനത്തെ സിറ്റുവേഷനിലല്ല. MDMA കൊണ്ട് അത് ഉപയോഗിച്ചത് കൊണ്ട് വലിയ വലിയ ക്രൂരകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും അത് നമ്മൾ അതിന് വിറ്റ്നസ്ഡ് ആയിട്ടും അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇതേ ന്യായീകരണം ആവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് നമ്മൾ പറയുന്നത് ഈ ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഈ ഒരു വ്യക്തിയെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടണം എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, മറിച്ച് ഇതൊരു കൃത്യമായ ഒരു ആശയമാണ്. ഇദ്ദേഹം ഇത് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇദ്ദേഹത്തിന്റെ ഇതേ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായി ജെന്യൂൻ ആണെന്നുള്ളത് കൊണ്ട് ജെന്യൂൻ ആണ്, ഒരു ഈമാനുള്ള എത്തിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിലകൊള്ളുന്നു. ശക്തമായി അത് നിലകൊള്ളുന്നുണ്ട്. ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടാലും അയാൾ വിശ്വസിക്കുന്നു ഇത് നിരോധിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തർക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാണ് വേണ്ടത് എന്ന് വളരെ സിമ്പിളായി അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ രോഷാകുലനൊക്കെ ആകുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും രോഷം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും രോഷം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ രോഷം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഈ ചങ്ങായിമാർ പോയിട്ട് സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടിനെ പോയി കൊല്ലുക, അമ്മനെ കൊല്ലുക, ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു ധാർമ്മിക രോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇയാൾ ആ സമയത്ത് ധാർമ്മിക രോഷം കൊല്ലുന്നത് നിരോധിക്കണ്ടോ, എന്തിനാണോ നിരോധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ്. ഭയങ്കരമായ ഒരു ചോദ്യം. കഞ്ചാവ് ഈ നാട്ടിലുള്ള സകല ആൾക്കാരും ഇവിടുത്തെ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള സകല സ്വാമിമാരെയും പിടിച്ച് ജയിലിടണ്ടേ ഇവര് ഈ പറയുന്ന സാധനമാണെങ്കിൽ ശരിയാണെങ്കിൽ? ലോകം മുഴുവനും കഞ്ചാവ് ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഇവരെന്താ അന്വേഷിക്കാത്തത്? ഈ ആളുകളെ മുഴുവൻ 10-15 വർഷം ഇട്ടിരിക്കുകയല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായ 10-15, കാരണം ഈ കഞ്ചാവ് MDMA ഒക്കെ പിടിച്ചാൽ 10-15 വർഷമാണ്. ഒരു ലെവലിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷ ഉള്ളൂ. ഇന്ന് പിന്നെ ഒരു പരിധിക്കപ്പുറം താഴെ പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുന്നതാണ്, ജാമ്യം കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഏതായാലും ആ നിലക്ക് പിന്നെ 10-15 വർഷം ജയിലിലിടുന്നതിനെ കുറിച്ചാണ് മൂപ്പർക്ക് ആശങ്ക. അപ്പൊ ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാൽ മൂപ്പര് സ്ഥിരമായി ഈ വിഷയങ്ങളെ ലഹരിയെ ന്യായീകരിക്കാൻ വേണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അത് ലോകം മുഴുവൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ഇദ്ദേഹം ലോകം മുഴുവൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സ്കാൻഡിനേവിയൻ യൂറോപ്യൻ രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യം, അമേരിക്കൻ രാജ്യങ്ങൾ, അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ, അതൊക്കെയാണ് ലോകം. അതെ, ആധുനിക ലോകമാണല്ലോ. അപ്പൊ മനുഷ്യരും അല്ല, അപ്പൊ പിന്നെ പരിഷ്കരിക്കാത്ത മനുഷ്യന്മാര്. അപ്പൊ ഏതായാലും അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അവര് ചെയ്യുന്നില്ലേ ഇവര് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. കാരണം പോലീസുകാർ പിന്നെ മദ്യം കുടിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞത് കുംഭമേളയിൽ പോയ ആൾക്കാർ ഉപയോഗിക്കുന്നില്ലേ. ഇതില് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് നമ്മൾ വാട്ട് അബൌട്ടറി ഫാലസി എന്നാണ് പറയാ. ഒരു വിഷയം നമ്മൾ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ലഹരിയിലായിരിക്കണം ചർച്ച. അത് അവരുപയോഗിക്കണ്ടല്ലോ ഇവരുപയോഗിക്കണ്ടല്ലോ, അതിന്റെ മെറിറ്റ് നിന്നിട്ടായിരിക്കണം. എന്താണ് നമ്മൾ ഇതിന്റെ പ്രശ്നമായിട്ട് പറയുന്നത്, ആ പ്രശ്നം ഇല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ പറയാണ് ഇത് ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് നമ്മൾ ഇതിനെ പറയാം. അതുപോലെ ലഹരി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കോൺഷ്യസ്നസ് അഥവാ ബോധാവസ്ഥ പോകും. ബോധാവസ്ഥ പോയി കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ അനിയനാണെന്നോ മകനാണെന്നോ ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഉമ്മ പറയുന്നത് പറഞ്ഞാൽ മകൻ ഒരു ഉമ്മയുടെ അടുത്ത് പെരുമാറാൻ പറ്റാത്ത വിധമാണ് എന്നോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു അന്യ സ്ത്രീയെ കാണുന്ന പോലെ ലൈംഗികമായ ചൊവ്വയോടുകൂടി മകൻ പെരുമാറുന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു ഉമ്മക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാളാണെങ്കിലും ഒരു സ്വബോധത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സ്വന്തം ഉമ്മയെ ആ രൂപത്തിൽ ആലോചിക്കുക എന്നുള്ളത്. അത് എന്ത് ചെയ്യുന്നു, ഇതിലൂടെ സംഭവിക്കുന്നു. ബോധം പോയി പല പല തരത്തിലുള്ള പരിധികളും ലംഘിച്ച് പല മോശത്തരങ്ങളും കാണിക്കുന്നു. നമ്മൾ ആർഗ്യുമെന്റ് ഇതാണ്, ഇത് ഉപയോഗിച്ചാൽ ബോധം പോകും, അത് ഓക്കെ എതിർക്കണമെങ്കിൽ എതിർക്കാം, ഇത് ഉപയോഗിച്ചാൽ ബോധം പോകില്ല, അല്ലെങ്കിൽ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസിലേക്ക് എത്തൂല, അത് പ്രശ്നമല്ല എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടെന്ന് പറഞ്ഞാൽ ഇനി ആ തരത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ചു കഴിഞ്ഞാൽ, ബുദ്ധി ഒരു ശ്രദ്ധ ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യൂല എന്നും വാദിക്കാം. നമ്മൾ പറയുന്നത് ചെയ്യുന്നതാണ് വാദിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെറിറ്റ്, ഇതാണ് ഇതിന്റെ പോയിന്റ്. അല്ലാതെ അവർ ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ലീഗലാണ്, ഇതല്ല നമ്മളെ വാദം. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. അവര് ചെയ്യുന്നില്ല, ഇവര് ചെയ്യുന്നില്ലേ, അവിടെ സംഭവിക്കുന്നില്ല, ഇവിടെ സംഭവിക്കുന്നില്ലേ, ഒക്കെ സംഭവിച്ചോട്ടെ, അവര് ചെയ്താലും തെറ്റാണ്, അവര് ചെയ്താലും തെറ്റാണെന്നുള്ളതാണ്. സിമ്പിൾ ആസ് ദാറ്റ്. എന്ത് കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ കുംഭമേള പോയ സകല അവിടുത്തെ യോഗി ആദിത്യനാഥ് സഹിതം ജയിലിൽ പോകേണ്ടവനാണ് ഈ നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ? ഇതൊന്നും അല്ലത്. പറഞ്ഞിരുന്നത് ഈ ലഹരികള് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന വഴിയാണ് അത് ഒഴിവാകുന്നത്. ഇയാൾ വെറുതെ നോക്ക്, ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആള്
മോട്ടോർ സൈക്കിൾ എപ്പോഴും ഉണ്ട്. മോട്ടോർ സൈക്കിളാണ് മൂപ്പരെ. കാരണം എന്ന് വെച്ചാൽ മൂപ്പര് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വെച്ചാൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചിട്ടും ആൾക്കാർ മരിക്കണ്ട്. മരിക്കുന്നുണ്ട്, ഇതിലും മരിക്കുന്നുണ്ട്. സെയിം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ താരതമ്യം വരുന്നത്? മോട്ടോർ സൈക്കിളിനെ പോലെ അപകടകരമായ ലോകത്ത് യാതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. സകലരുടെയും അംഗവൈകല്യം ഉണ്ടാകും, മരിക്കുകയും ചെയ്യും. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. അല്ല ഇപ്പൊ ഇത്ര കേക്ക്. ആ നിൽക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നിയന്ത്രിതമായ സ്പീഡിൽ ഓടിക്കണമെന്നാണ് പറയുന്നത്. ലോകത്ത് ഏത് വസ്തുവും മനുഷ്യർക്ക് ഉപയോഗിക്കാനൊക്കും, അത് നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന വഴി. അപ്പോൾ നിയന്ത്രിത അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ട്. അതുപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കഞ്ചാവ് സ്കൂളുകൾ തുടങ്ങാം, ട്രെയിനിങ് സെന്റേഴ്സ് സെന്റേഴ്സ് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഇയാള് പറയുന്നത് വെച്ചാൽ ഒന്നാമത് ഈ മയക്കുമരുന്നുകളുടെ പ്രശ്നം തന്നെ കൺട്രോൾ നഷ്ടപ്പെടുന്നുള്ളതാണ്. നിയന്ത്രിതമായി ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ ഈ കൺട്രോൾ നഷ്ടപ്പെടുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മുടെ ബോധം പോകും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയും ചിന്താശേഷിയും നമ്മളുടെ സ്വാഭാവികമായ ചിന്താരീതിയുമല്ല ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ ഉണ്ടാവുക. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം തന്നെ. പിന്നെ എവിടെയാണ് ഇവിടെ കൺട്രോൾ വരുന്നത്? പിന്നെ ഇതിന് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ കൺട്രോൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിന്റെ അളവാണെങ്കിൽ, അളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ബയോളജി ശാസ്ത്രത്തെ നിഷേധിക്കാതെ ഇത് പറയാൻ പറ്റില്ല. കാരണം മയക്കുമരുന്നുകളുടെയും ഇത്തരം അഡിക്റ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന അഡിക്ഷൻ തന്നെയാണ്. കാരണം ഒരു ചെറിയ അളവ് ഉപയോഗിച്ചാൽ അത് ആ സമയത്തൊരു പ്ലഷർ കിട്ടും. അതേ അളവ് പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവ് ഉപയോഗിച്ചാൽ മാത്രമേ അടുത്ത തവണ അത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ത്രഷോൾഡ് ഇങ്ങനെ ത്രഷോൾഡ് കൂടി വരും എന്നുള്ളതും, അതുപോലെ തന്നെ അതിനോടൊരു ഇൻസെൻസിറ്റിവിറ്റി, അതായത് ഈ ചെറിയ അളവിന് ആദ്യം ഉപയോഗിച്ച അളവിനോട് ഒരു ഇൻസെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ ബ്രെയിന് പ്രതികരിക്കുക. അപ്പൊ അതേ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതേ കിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത് അതിനേക്കാൾ കൂടുതൽ. ഇത് ബയോളജിയാണ്. അപ്പൊ ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലാതെ ഇപ്പം ഇവിടെയുള്ള മദ്യപാനികളും അല്ലെങ്കിൽ മുഴുകുടിയന്മാരൊക്കെ ഞാൻ ഇതാ നാളെ മുതൽ മുഴുകുടിയനാകാൻ പോകുന്നു എന്ന് പ്രതിജ്ഞ എടുത്തിട്ടൊന്നല്ല കള്ളുകുടിക്കാൻ. അത് തന്നെ ആളുകൾ കോൺഷ്യസ് ആയി എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല, മറിച്ച് അവർക്ക് അതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ. കാരണം അവരുടെ അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് സംബന്ധിച്ച് അവർക്ക് കുടി നിർത്താൻ അല്ലെങ്കിൽ ഇത് നിർത്താൻ താല്പര്യമായിട്ട് കഴിയാത്ത ആളുകളാണ് അനേകമുള്ളത്. അത് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ വെറുതെ പറഞ്ഞു പോകല്ലോ, ജസ്റ്റ് നാട്ടിലേക്ക് ഇറങ്ങിയാൽ മതി. മിക്കവാറും മദ്യപാനികൾക്ക് ഇതൊക്കെ ഒഴിവാക്കി നല്ല രൂപത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ അവർക്ക് അത് കഴിയില്ല. കാരണം എന്താ, ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ അതിനുവേണ്ടി ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ ബോഡി അതിനുവേണ്ടി ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാക്കേണ്ടത് മോട്ടോർ സൈക്കിളിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. മോട്ടോർ സൈക്കിളിന് അഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നിയന്ത്രിതമായി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് നിയന്ത്രണം പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബേസ് തന്നെ. ആ ബേസും വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് നിയന്ത്രിതമായി ഉപയോഗിച്ചാൽ മതി എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ ന്യായങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൃത്യമായി ലോകത്തിൽ എന്തും നിയന്ത്രിതമായ മനുഷ്യനെ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ ഈ വിഷമൊക്കെ അത്തരത്തിൽ തന്നെ നിയന്ത്രിതമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ മൂപ്പർ കൊണ്ടുവരായിരിക്കാം. അതെ. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഗ്രാജുവൽ ആയ സ്റ്റെപ്പ് നമ്മൾ കാണണം. പൊതുവെ നമ്മൾ ലഹരിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഇടക്ക് പിന്നെ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സിന്ധു സൂര്യകുമാർ പറഞ്ഞതെന്താ വെച്ചാൽ ഈ മദ്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും, മദ്യത്തിന് വേറെ സോഷ്യൽ കോൺസിക്വൻസുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ മദ്യത്തിന് സോഷ്യൽ കോൺസിക്വൻസ് ഇല്ല, പിന്നെ മയക്കുമരുന്നുകൾ അങ്ങനെയല്ല, വേറെ കാറ്റഗറിയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിൽ പറഞ്ഞത് വേറെ മയക്കുമരുന്ന് മാത്രമാണ്. ചില ആളുകളൊക്കെ തിയറി വന്നു, ആരാണ് ഡ്രഗ്സിനെ കുറ്റം പറഞ്ഞിരുന്നത്, മീൻസ് കമന്റിലെ ഈ ആ ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവല്ലോ, ഡ്രഗ്സ് എന്നൊരു പ്രശ്നമല്ല, അവിടെ ഡ്രഗ്സ് ഒന്നും ഇവിടെ ബാധിച്ചിട്ടല്ല, അവൻ വേറെന്തോ കാരണമാണ് കൊന്നിട്ടുള്ളത്, കാരണം അവൻ വെറും മദ്യപിച്ചിട്ടേ ഉള്ളൂ. അവൻ മദ്യപാനത്തിന് ഒന്നും കാരണമാവില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അന്ന് തന്നെ അതിനോട് റിയാക്ട് ചെയ്തിരുന്നു. മദ്യപാനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. സോഷ്യൽ കോൺസിക്വൻസ് ഇല്ല എന്ന് പറയണത് നമ്മൾ കണ്ണടച്ച് നിൽക്കേണ്ടി വരും. അതും എസ്പെഷ്യലി കേരളത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നത്, ഗാർഹിക പീഡനം അനുഭവിക്കുന്നത് മദ്യപാനത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ മദ്യപാനത്തിന്റെ പേരിലാണ്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും മദ്യപാനത്തിന്റെ പേരിലാണ്. പക്ഷെ അതെന്ത് ചെയ്യാണ്, നമ്മൾ പൊതുവായി ഈ പറഞ്ഞ നോർമലൈസ് ചെയ്യാണ്. കാരണം മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണല്ലോ എന്ന രൂപത്തിൽ അതിങ്ങനെ നോർമലൈസ് ചെയ്ത് അതിന്റെ ഒരു എക്സ്റ്റെന്റ് ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. മദ്യപാനത്തിനൊക്കെ എതിർക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ 6-ാം നൂറ്റാണ്ട് കണ്ടിട്ടതെന്ന് ആ ഒരു ഇതുണ്ടാവും. ഇനി ഇപ്പം മദ്യപാനത്തിലേക്കാണ് പൊതുസമൂഹത്തിന്റെ മൊത്തം ഒരു നോർമലൈസേഷന്റെ ഒരു പോയിന്റ് അവിടെ കിടക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ കഞ്ചാവൊക്കെ കുറച്ചും കൂടി ഒന്ന് ഒരു വ്യാപകമായി കഴിഞ്ഞാൽ കഞ്ചാവും അവിടേക്ക് എത്തും. അതാണ് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പല സ്റ്റേറ്റുകളിലും അത് അംഗീകരിക്കാൻ കാരണം അത്
കുറച്ചും കൂടി ഒരു നോർമലൈസ് ആവുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്രോഗ്രഷൻ നോക്കിയാലും നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ആദ്യം മദ്യപാനം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു സോഷ്യൽ ഡ്രിങ്കിങ് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ അതൊന്നും വലിയൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു സ്വകാര്യമായി കഴിക്കുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല. അത് പക്ഷെ മറ്റേ ഡ്രഗ്സ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. മറ്റേ ഡ്രസ്സൊക്കെ അപ്പോൾ അത് ആ നിലക്കെത്തുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൈത്രേന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും. അദ്ദേഹം ആദ്യം വാദിക്കാൻ വന്നത് MDMAക്ക് വേണ്ടിയല്ല. മൈത്രേയ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു 2x സ്പീഡിലാണ് പോണത്. കുറച്ചും കൂടി അതെ, അത് നമുക്ക് സ്ഥിരമായിട്ട് കാണാറുണ്ടല്ലോ. മൈത്രേയം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 നൂറ്റാണ്ടപ്പുറത്തേക്ക് എത്തണം എന്ന് പറയും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് ഈ പ്രോഗ്രഷൻ നമുക്ക് നേരെ കാണാൻ പറ്റുകയാണ്. സമൂഹം ഏത് രൂപത്തിലാണ് ഇത്തരം തിന്മകളിലേക്ക് പോകുന്നത്, അത് മൈത്രേയം കുറച്ചും കൂടി അതെ, മുന്നേ നടന്ന് തിന്മകൾക്ക് കാട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതില് ഇദ്ദേഹം കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതും ഇതേ രൂപത്തിൽ തന്നെയാണ്. എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? മനുഷ്യർ ജീവിതത്തിനകത്ത് 1 തവണയോ 2 തവണയോ അതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. ഇത്രയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി വിടുന്ന ലോകങ്ങളാണ് ഇതൊക്കെ. 100 പേരിൽ 4 5 പേരോ അഡിക്റ്റ് ഒക്കെ ആകും. അപ്പോൾ 100-ൽ 4-5 പേര് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം പെർസെന്റേജ് എത്രയാന്നുള്ളത്. 5% ആളുകൾ ഒന്നതല്ല, ഒന്ന് അതിന്റെ കണക്കതല്ല. രണ്ടെന്ന് പറഞ്ഞാൽ 30 നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കുന്നത് 5% ആളുകളാണ്. ഈവൻ ഇപ്പം നമ്മളൊരു നോർമൽ സോഷ്യൽ പ്രശ്നം എടുക്കുകയാണെങ്കിൽ 5% ആളുകൾക്ക് ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണെന്നാണ് നമ്മൾ കണക്കാക്കുക. കണക്ക് നോക്കുമ്പോൾ 5% ഒന്നല്ല, 60-70%. ഇനി അതല്ലെങ്കിൽ പോലും 30 ആ ഒരു കാര്യത്തെ കാണുന്നത് എത്ര ലാഘവത്തോടെ 5 ആള് 100-ൽ 5 ആള് നശിക്കുക എന്ന് പറഞ്ഞാൽ 10,000-ൽ അത് 500 അത് 1 ലക്ഷം വരുമ്പോൾ അത് 5000 ആണ് ആളുകളുടെ എണ്ണം. ഒരു 10 ലക്ഷം വരുമ്പോൾ അത് 50,000, 1 കോടി സൊസൈറ്റി സംബന്ധിച്ച് കോടിക്കണക്കിന് ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കാര്യം. അപ്പോൾ ഇതിൽ ഈ പ്രോഗ്രഷൻ, അപ്പം മദ്യപാനം കഴിഞ്ഞു, കഞ്ചാവ് കഴിഞ്ഞു, ഇപ്പൊ അവസാനം എന്ത് ചെയ്തു, MDMA വന്നു. ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ മെന്റാലിറ്റി. അപ്പം ഇത്തരം വിഷയങ്ങളോടുള്ള ആ ഒരു മെന്റാലിറ്റി, അത് തെറ്റ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്താണ് ഈ തെറ്റ് എന്നൊക്കെ ആരാണ് നിശ്ചയിച്ചത്? ഇതിനോടൊക്കെ ആ രൂപത്തിലുള്ളൊരു മെന്റാലിറ്റി എന്ത് ചെയ്യാണ്, നിരന്തരമായി ഉണ്ടാക്കുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ആരെന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നതല്ലേ, എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ ചോദ്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളെയാണോ അനുവദനീയമാക്കണോ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഓരോന്നിൻ്റെയും കോൺസിക്വൻസ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. അതിനോടൊക്കെ കണ്ണടച്ച് നിൽക്കുക, പുറം തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതല്ലാതെ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഈവൻ ഈ തിയറികൾ പറയുന്ന ആൾക്ക് പോലും ഒരു ചെറിയ സ്റ്റെപ്പ് പോലും മുന്നോട്ടൊക്കെ പറ്റുന്നില്ല. ആ മദ്യപാനം മുതൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന MDM വരെ എല്ലാത്തിനും നമുക്ക് സോഷ്യൽ എക്സാമ്പിളുകൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും എവിഡൻസ് നമുക്ക് ഇതിനു മുന്നിൽ ഇവയുടെ അപകടകരമായിട്ടുള്ള വശങ്ങളെ പറ്റി കാണാൻ പറ്റുന്നത്. ഇതിന്റെ കൂടെ വേറൊരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ഇത് കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നിടത്തോളം ഒരു 60% എത്തീസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെ മൈത്രേനോട് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അടിസ്ഥാനം വെച്ചിട്ട് മൈത്രേനെ ഒന്ന് കൺവിൻസ് ചെയ്യുന്നത് കാണാൻ എനിക്കൊന്നും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട്, അതായത് നിങ്ങൾ സ്ഥിരമായി പറഞ്ഞെന്താ ഈ പറഞ്ഞ പിന്നെ അപ്പോഴത്തെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഹാം, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, അവരുടെ സ്വകാര്യത, പ്രൈവസിയിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ വെച്ച് മൈത്രേനോട് എന്ത് ചെയ്യണം, സംസാരിച്ചൊന്ന് വാദിച്ചൊന്ന് കൺവിൻസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചിന്തയാണ് പ്രശ്നം. കാരണം നമുക്ക് ഒരു കാര്യം, ഒരാളുടെ പ്രൈവസിയിൽ അയാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് എല്ലാം. അതിൽ വേറെ ഒരാളും ഇടപെടേണ്ടതില്ല. ഇടപെടുന്ന മീൻസ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇടപെടുന്ന ഒരു കാര്യമല്ല. അതിലൊരു മോറൽ ജഡ്ജ്മെന്റ് മറ്റൊരാളും പറയേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുമായി പോയാൽ, നിങ്ങളിപ്പോൾ ഇനി കഞ്ചാവ് അടിക്കുന്ന ഒരു കുട്ടിനോട് നിങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം അവന്റെ റൂമിൽ അവന് ആരും കാണാതെ അവന്റെ പ്രൈവസിയിൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ ഈവൻ പറയാൻ പറ്റുന്ന ഒരു ഏരിയ എപ്പോഴാണ് വരിക വെച്ചാൽ അവനൊരാളെ കൊല്ലണം, കൊന്നിട്ട് കഴിഞ്ഞിട്ട് വേണം പറയാം. അപ്പൊ അപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. വാഹനടിച്ചിട്ട് ആൾക്കാർ മരിക്കുന്നില്ലേ, സ്വാഭാവികമായിട്ടും മരിക്കുന്നില്ലേ, അതുപോലെ മാത്രം. മദ്യപാനം ഓക്കെ ആണെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റു ലഹരികൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മദ്യപാനം, പിന്നെ മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. മറ്റ് കഞ്ചാവിനേക്കാളും MDMAനേക്കാളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇഷ്യൂസ് മദ്യപാനത്തെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് മദ്യപാനം കുഴപ്പമില്ല, ബാക്കിയുള്ളത് തെറ്റാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യം വരും, മദ്യപാനത്തിനുള്ള പ്രശ്നങ്ങൾ ഇതാ ഇന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് മദ്യപാനം ഓക്കെ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ
കഞ്ചാവും കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം, യെസ്. MDMA കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള വാദം വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശരിക്കും ഈ ഇൻകൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണം. ജസ്റ്റ് ഓരോ ഇഷ്യൂസ് വരുന്നു, ആ ഇഷ്യൂസിൽ കുറച്ച് പ്രസ്താവനകൾ ഇറക്കുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കമൻ്റ് ഇടുന്നു. അതിനപ്പുറത്ത് ഇതിൻ്റെ ഈ വിഷയങ്ങളുടെ കോറിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇത് തെറ്റാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്ന ഒരു ആലോചനയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവിക മാർഗദർശനമൊക്കെ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി കൊണ്ട് ഈ ലഹരിയെ ഇസ്ലാം വിരോധിക്കാനുള്ള അതിൻ്റെ പിന്നെ കാരണങ്ങളിലേക്ക് പോകും തന്നെ ബുദ്ധിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യെസ്, ഏറ്റവും യെസ്. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അത് മറ്റേ മദ്യം തിന്മകളുടെ മാതാവാണെന്ന് Yes. പറയുമ്പോൾ എങ്ങനെയാണ് മാതാവാകുന്നത്? ഇപ്പോൾ അതെ. ഒരു തിന്മ തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മളൊരു തിന്മ ചെയ്തു, അപ്പോൾ ഞാൻ ഒരു മോഷണം നടത്തി അല്ലെങ്കിൽ ഒരാളെ കൊലപാതകം നടത്തി, അതൊരു തിന്മയാണ്. പക്ഷെ മദ്യം എന്ന് പറഞ്ഞാൽ അതൊരു തിന്മയല്ല, ഒരുപാട് തിന്മകളുടെ കലവറയാണ്. അതെ. കാരണം എനിക്ക് ബോധമില്ല, എൻ്റെ ബുദ്ധിയാണ് അത് നേരെ ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ഇടപെടുന്ന ഓരോ മേഖലകളിലും ഞാൻ എൻ്റെ വിവേകത്തിനും ചിന്തക്കും അപ്പുറം എൻ്റെ വികാരത്തിനെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. ആ വികാരത്തിനെ ഞാൻ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് തിന്മകളിൽ ഏർപ്പെടും. അതെ. അതാണ് ഈ ലഹരിയുടെ അല്ല ഇതിലിപ്പോ ഈ മദ്യം തിന്മകളുടെ മാതാവ് എന്നുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇതെന്താ ഏറ്റവും വലിയ തിന്മയായിട്ട് അല്ലെങ്കിൽ എല്ലാ തിന്മകളുടെയും മാതാവൊക്കെ മാതാവായിട്ടൊക്കെ പിന്നെ പറയാൻ മാത്രം ഉണ്ടോന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നോർമലി ഒരു കൊലപാതകം ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മളെ കൊലപാതകിയാക്കാൻ മദ്യത്തിന് കഴിയുന്നതാണ്, അല്ലെങ്കിൽ ലഹരിക്ക് കഴിയുന്നതാണ്. കഴിയും. മദ്യം എന്നുള്ളത് മാത്രമല്ല മൊത്തം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലഹരിക്ക് കഴിയും. നമ്മൾ പിന്നെ ഉമ്മയോട് മോശമായി പെരുമാറാത്ത ഒരാളാണെങ്കിൽ പോലും ഉമ്മയോട് നേരത്തെ പറഞ്ഞത് അതെ. അത്ര വൃത്തികെട്ടതായ രൂപത്തിൽ പെരുമാറാൻ പോലും ലഹരി നമ്മളെ അതിലേക്ക് നയിക്കും. അത് വളരെ ലളിതമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ വീട്ടുകാരോട് സംസാരിച്ച് നോക്കിയാൽ മതി. എന്താണ് ആ ആളുടെ അവസ്ഥ? എനിക്ക് പേഴ്സണലി എൻ്റെ നാട്ടിലെ ആളുകൾ അറിയാം. പകൽ വളരെ മാന്യനും നല്ല പെരുമാറ്റവും രാത്രി വളരെ മോശം പെരുമാറ്റവും ഒരേ ആളുകളുടെ അടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് വേറൊന്നുമല്ല, നിങ്ങൾ പറയുന്ന ഇപ്പോൾ ചില ആളുകൾ പറയും സേഫ് ഡ്രിങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് കുടിക്കാം. ദർ ഇസ് നോ സേഫ് ഡ്രിങ്കിങ് എന്നാണ് അവസാനമായിട്ട് WHO വരെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു എലമെന്റിൽ നിങ്ങൾ അനുവദനീയമാക്കുന്ന ആ മദ്യം ഉണ്ടല്ലോ, ആ മദ്യം ഉപയോഗിച്ചിട്ടാണ് ഈ ആളുകളുടെ വേരിയേഷൻ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഉമ്മ പറഞ്ഞത്, ഞാനും എൻ്റെ മകനും ഒരുപാട് നാൾ ഒന്നിച്ചാണ് കിടന്നിരുന്നത്, പക്ഷെ എനിക്ക് ഇന്ന് എൻ്റെ മകനെ കാണുമ്പോൾ പേടിയാണെന്നുള്ളതാണ്. അത് ആ ഇൻ്റർവ്യൂവർ ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങളെ ശാരീരികമായിട്ട് ദ്രോഹിക്കുന്നുണ്ടോ, ഉപദ്രവിക്കുന്നുണ്ടോ? പറയണില്ല. അതല്ല ഉമ്മ പറയുന്നത്, അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയെ കുട്ടി കാണുന്ന രൂപം മാറി, ഉമ്മയെ ഉമ്മയല്ലാതെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ ലളിതമായ ആ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ ലഹരികളുടെ പ്രശ്നം മനസ്സിലാവുന്നതാണ്. പിന്നെ ഈ സേഫ് ഡ്രിങ്കിങ്ങും കുറച്ച് ഉപയോഗമൊക്കെ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ഈ ആളുകളോട് സംസാരിച്ചാൽ മതി. ഈ ഡി അഡിക്ഷനൊക്കെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞ ആളുകൾ സംസാരിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ കേസ് ഹിസ്റ്ററികൾ എടുക്കും, ഫീൽഡായതുകൊണ്ട്. അപ്പോൾ കേസ് ഹിസ്റ്ററികളുടെ സമയത്ത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അഡിക്ഷനുള്ള ഏകദേശം എല്ലാ ആളുകളും, അല്ലെങ്കിൽ 90% ആളുകളും ഫസ്റ്റ് സേഫ് ഡ്രിങ്കിങ്ങിൻ്റെ ആളുകളോ ഒക്കേഷണൽ ഡ്രിങ്കിങ്ങിൻ്റെ ആളുകളോ ആയിരുന്നു. ഈ ഒക്കേഷണൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സേഫ് ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു ചെറിയ അളവിൽ കുടിക്കുന്ന സാധനം ഇവരുടെ നോർമൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോവുകയും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവരൊരു സൊല്യൂഷൻ തേടുന്ന സമയത്ത് ആദ്യം പോയിട്ട് അവർ എപ്പോഴെങ്കിലും കഴിച്ചിരുന്ന ആ മദ്യത്തെ ചൂസ് ചെയ്യുകയും ഇത് പിന്നെ അങ്ങ് ജീവിതത്തിൽ അങ്ങ് കൂടി അത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ADS എന്ന് പറയുന്ന ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര ചെറിയ അളവിലാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും അത് ബാധിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കോൺസിക്വൻസ് വെച്ചിട്ട് നമ്മളുടെ വളരെ പരിമിതമായ ചിന്ത വെച്ചിട്ട് കോൺസിക്വൻസ് വെച്ചിട്ടാണ് സേഫ് ഡ്രിങ്കിങ് അത് എപ്പോഴെങ്കിലും കുടിക്കുന്നല്ലേ, ഒക്കേഷണൽ ഡ്രിങ്കിങ് എപ്പോഴും കുടിക്കുന്നല്ലേ, അല്ലെങ്കിൽ മദ്യം അത് നോർമലല്ലേ എന്ന രൂപത്തിൽ പറയുന്നത്. പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുക. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരേപോലെ, ഞാൻ പറയുന്നത് എത്തീസ്റ്റുകളെ മാറ്റി വെച്ചുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുക, എത്തീസ്റ്റുകളും എല്ലാവരും സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സമയമാണിത്. പക്ഷേ ഈ സമയത്തും ഇങ്ങനെ ഒരു അപശബ്ദങ്ങൾ ഉണ്ടാവാൻ കാരണം അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ബേസ് അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, അതിനെ പുനരാലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബേസ് എത്രത്തോളം ബാലിശമാണ്. അപ്പോൾ ഇതെല്ലാം പോകുന്നത് മൊറാലിറ്റിയിലേക്കാണ്. ആ ധാർമ്മികത കെട്ടുപടുത്ത ആ തറ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ആലോചിക്കാനും എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ ഒരു ഗൗരവത്തോടു കൂടി ആലോചിക്കാനും ഈ സംഭവങ്ങൾ പിന്നെ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.